പ്രളയക്കെടുതിയിലും വള്ളംകളി ആവേശം നെഞ്ചേറ്റിയാണ് കുട്ടനാട്ടിൽ നിന്നുള്ള തെക്കേക്കര ബോട്ട് ക്ലബ്ബ് ഇക്കുറി നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് എത്തുന്നത്. ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടനിൽ ജലപ്പോരിനെത്തുമ്പോൾ വെള്ളിക്കപ്പ് മാത്രമാണ് ലക്ഷ്യം. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. ഞാനിപ്പോഴുള്ളത് കാരിച്ചാൽ ചുണ്ടനിൽ തുഴയുന്ന തെക്കേക്കര ബോട്ട് ക്ലബിൻ്റെ ടീം അംഗങ്ങൾക്കൊപ്പമാണ്. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള ഒരു ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടൻ. അതിൽ തെക്കേക്കര വലിയ പ്രളയ ദുരിതങ്ങൾക്ക് നടുവിൽ നിന്നാണ് അവർ ഇത്തവണയും പുന്നമടയിൽ മത്സരത്തിനെത്തുന്നത്. അവർക്ക് ഈ പ്രളയം മറ്റും കാരണം ആദ്യ ദിവസങ്ങളിലെ പരിശീലനം കൃത്യമായി നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം കൃത്യമായി ചിട്ടയാർന്ന പരിശീലനത്തിലൂടെ അവർ നല്ല സെറ്റ് ടീമായി തന്നെ പുന്നമടയിൽ എത്തുന്നു എന്നതാണ് അവർക്ക് ഉള്ള ആത്മവിശ്വാസം. അവരോട് തന്നെ ചോദിക്കാം, ഇപ്പോൾ എത്ര ദിവസത്തെ പരിശീലനമാണ് നടന്നത്? ഏത് രീതിയിലായിരുന്നു പരിശീലനം എന്നുള്ള മെച്ചപ്പെട്ട രീതിയിലാണ്. നമ്മളൊരു 15 ദിവസത്തോളമായി നമ്മൾ ട്രയൽ തുടങ്ങിയിട്ട്. പ്രളയം ബാധിച്ചതിന് തുടർന്നാണ് നമുക്ക് ഇത്രയും ട്രയൽ താമസിച്ചത്. മറ്റുള്ള ചുണ്ടനൊക്കെ നേരത്തെ ചമ്പക്കുളം മൂലംവള്ളംകളി തുടങ്ങിയപ്പോൾ പിന്നെ അവർ ട്രയലുണ്ടായിരുന്നു. നമുക്ക് പ്രളയം ബാധിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും താമസിച്ച് ട്രയൽ തുടങ്ങിയത്. ഇപ്പോൾ ടീമംഗങ്ങളും ടീമുകളും കുഴപ്പമൊന്നുമില്ല. അവർ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. മത്സരിക്കുന്ന കാരിച്ചാൽ ചുണ്ടനിൽ തന്നെയുള്ള പരിശീലനം പൂർത്തിയായോ? ഇന്നലെ കൊണ്ട് കാരിച്ചാൽ ചുണ്ടൻവള്ളത്തിലുള്ള പരിശീലനം നമ്മുടെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് തൊട്ട് നമ്മൾ റാമ്പിലാണ് പരിശീലിക്കുന്നത്. ചെറുവള്ളത്തിലുണ്ട്, ഒരു ചെറുവള്ളത്തിൽ, ഒരു പട്ടേരിപ്പരിക്കൽ എന്ന് പറഞ്ഞ ഒരു ചെറുവള്ളത്തിലും പിന്നെ റാമ്പിലുമാണ് നമ്മളിന്ന് പരിശീലിക്കുന്നത്. എവിടെ നിന്നൊക്കെ ഉള്ളവരാണ് ടീം അംഗങ്ങൾ? നമുക്കൊരു 10-50 പിള്ളേരോളം മലയാളി നമ്മുടെ നാട്ടിലുള്ള പിള്ളേരും, ബാക്കി നമ്മൾ ഈ പുറത്തു നിന്നുള്ള ഒരു പ്രൊഫഷണൽ തൊഴിൽക്കാരെന്ന് പറഞ്ഞാൽ 20-22 പേരോളം. അത്രയും മാത്രമേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പം പുന്നമടയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തവണ ചെറുതനയിലാണ് എത്തിയത്. ഈ പ്രാവശ്യം കഴിഞ്ഞതിലും മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കൊല്ലം ഫൈനലിൽ കുറഞ്ഞുള്ള ഒരു കളി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ കപ്പിന് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് കപ്പിൽ കുറഞ്ഞുള്ള ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. ഇതുതന്നെയാണ് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് തെക്കേക്കര ബോട്ട് ക്ലബ് ഈ പ്രാവശ്യം പുന്നമടയിൽ എത്തുന്നത്. അവർക്ക് ഫൈനൽ കയറുക, കപ്പടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് 15 ദിവസത്തെ ചിട്ടയാർന്ന പരിശീലനം ഉണ്ടായിരുന്നു. ആ പരിശീലനം ആ നല്ല സെറ്റായ ടീമിനെ ഇവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്നു. പ്രൊഫഷണൽ തുഴച്ചിൽക്കാരടക്കം ടീമിലുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പുന്നമടയിലേക്ക് എത്തുന്നത്. ക്യാമറാമാൻ അനൂപിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.